നമസ്കാരം. എല്ലാ NTV പ്രേക്ഷകർക്കും നിങ്ങളുടെ ഇന്ന് എന്ന പ്രോഗ്രാമിലേക്ക് സുസ്വാഗതം. ഇന്ന് 2025 നവംബർ മാസം 1-ാം തീയതി 1201-ാം ആണ്ട് തുലാമാസം 15-ാം തീയതി ശനിയാഴ്ച. ഇന്ന് നക്ഷത്രം ചതയൻ നക്ഷത്രമാണ്, നല്ല നക്ഷത്രമാണ്. പക്ഷേ ഇന്നത്തെ ദിവസം ശനിയാഴ്ചയാണ്. ശനിയാഴ്ച ഇന്ന് കേരള പിറവി ദിവസമാണ്. അപ്പോൾ ശനിയാഴ്ച എന്ന് പറയുമ്പോൾ പൊതുവെ ശനി എന്ന് പറയുമ്പോൾ ശനീശ്വരൻ ജ്യോതിഷശാസ്ത്രപ്രകാരം ഒരാൾ നമ്മളിവിടെ വ്യക്തിപരമായി ചോദിക്കുകയാണെങ്കിൽ ഏറ്റവും നല്ല ഗ്രഹം ആര് എന്ന് ചോദിച്ചാൽ അത് ശനീശ്വരനാണ്. കാരണം നല്ലതും ചീത്തയും ഒരുപോലെ തരാൻ ശക്തിയുള്ളവനാണ് ശനി. ശനിദേവൻ തരുമ്പോലെ ഒരു ഗ്രഹം തരത്തില്ല. ശനി ഒരാളിനെ നശിപ്പിക്കുന്നത് പോലെ ഒരു ഗ്രഹം നശിപ്പിക്കുകയില്ല. അത്രയ്ക്ക് ശക്തിയുള്ളവനാണ് ശനി. അതുകൊണ്ടാണ് ശനിയെ അത്രയും വലിയവൻ. ബാക്കി ശുഭഗ്രഹങ്ങൾ ശുഭഫലത്തെ തരും, പാവഗ്രഹങ്ങൾ പാവഫലത്തെയും തരും. പക്ഷേ ശനി അതല്ല, രണ്ടും തരും. അപ്പോൾ ശനിയാഴ്ച ദിവസം നമ്മൾ മൊത്തത്തിൽ പറയുമ്പോൾ 2/3 ഭാഗം ആൾക്കാർക്കും ശനി പണി കൊടുക്കും. ഒരു ഭാഗം. അപ്പോൾ ഇതിൽ ഒരു ഭാഗം ആൾക്കാരെ എടുത്തിട്ട് നമുക്ക് ഫലം പറയുമ്പോൾ കൂടുതൽ പേരുടെ ഫലം എടുത്ത് പറയുന്നത് കൊണ്ടാണ് ശനിയാഴ്ച കൊള്ളൂല എന്ന് പറയുന്നതിൻ്റെ കാരണം. അപ്പോൾ ചിലർക്ക് ശനി ഒന്നും ചെയ്യത്തില്ല. ശനി ജാതകഭാവത്തിൽ നല്ല സ്ഥാനത്ത് സ്വക്ഷേത്രത്തിലോ ഉച്ച രാശിയിലോ ഒക്കെ ലഗ്നാധിപനായിട്ടോ ഒക്കെ നിൽക്കുന്നവർക്ക്, ശനി ലഗ്നത്തിൽ ജനിച്ചവർക്ക് ശനി ദോഷം ചെയ്യൂല. അപ്പോൾ ഇവരെയൊക്കെ നമ്മൾ ഒഴിച്ചാൽ മറ്റ് കൂടുതൽ പേരെ എടുക്കുമ്പോൾ ശനിയാഴ്ച പൊതുവേ നല്ലതല്ല. എല്ലാം മന്ദൻ എന്നാണ് ശനിയെ വിളിക്കുന്നത്. മന്ദൻ എന്ന് പറയുമ്പോൾ പതുക്കെ സഞ്ചരിക്കുന്നവൻ, കാര്യങ്ങളൊന്നും സ്മൂത്തായി നടക്കത്തില്ല. അപ്പോൾ നമ്മൾ ഇന്നത്തെ ദിവസം എല്ലാ കാര്യങ്ങളും ശ്രദ്ധയോടുകൂടിയാണ് പോവേണ്ടത്. ചിലർക്കിന്ന് അവധിയായിരിക്കാം, കുറച്ച് പേർക്കെങ്കിലും ജോലിക്ക് പോവേണ്ടി വരും. അപ്പോൾ ഈ സമയത്തൊക്കെ നമ്മൾ പ്രതീക്ഷിക്കുന്ന റിസൾട്ട് തരാത്ത ദിവസമാണ്, മന്ദീഭാവം ഉണ്ടാവും. ഇത് നമ്മൾ മനസ്സിലാക്കി വേണം ഓരോ കാര്യത്തിനും ഇന്നത്തെ ദിവസം ഇറങ്ങാൻ. ഇന്നത്ര കൊള്ളൂല എന്ന് മനസ്സിലാക്കി തന്നെ തിരിക്കണം. അതേപോലെ തന്നെ തുലാമാസത്തിലെ ചതയ നക്ഷത്രം ബർത്ത്ഡേ ആയിട്ട് വന്നിട്ടുള്ളവർക്ക് ഒരു വർഷത്തെ ഫലത്തെ ചിന്തിക്കേണ്ടതാണ്. വാർഷിക ഫലത്തെ ചിന്തിക്കുമ്പോൾ നിങ്ങൾക്ക് മൊത്തത്തിൽ പറയുകയാണെങ്കിൽ, ഞാൻ നേരത്തെ പറഞ്ഞ ചില വിഭാഗക്കാർക്ക് വലിയ ദോഷഭാവം ജാതകഭാവത്തിലൊക്കെ നല്ലതുണ്ടെങ്കിൽ വരില്ല എങ്കിൽ പോലും മറ്റുള്ളവരെ എടുത്ത് നോക്കുമ്പോൾ വളരെ ദോഷപ്രദമായ ഒരു വർഷമായിരിക്കും. കാര്യങ്ങളെല്ലാം തടസ്സപ്പെടും, സാമ്പത്തിക നഷ്ടം ഉണ്ടാവും, രോഗാദി ദുരിതങ്ങൾ വരും, ശത്രുഭയം കൂടും, മറ്റ് അസ്വസ്ഥതകളുണ്ടാവും. ഇങ്ങനെ നമുക്ക് അത്ര സുഖപ്രദമായ ഒരു വർഷമല്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഇതിനെ സുഖപ്രദമാക്കണം. നമുക്കൊന്നും കൊള്ളൂല, അല്ലെങ്കിൽ നമുക്ക് ടെസ്റ്റ് ചെയ്ത് ഒരു രോഗമുണ്ട് എന്ന് കണ്ടത് കൊണ്ട് ആയില്ല. അതിനെ നമുക്ക് എങ്ങനെ അതിജീവിക്കാം? ഇതിന് വേണ്ടിയിട്ടാണ് വൈദ്യശാസ്ത്രത്തിൽ രോഗം കണ്ടുപിടിക്കുന്നത് പോലെ ജ്യോതിഷശാസ്ത്രത്തിൽ ഗ്രഹദോഷം അറിഞ്ഞ് നമുക്ക് അതിൽ നിന്ന് അതിജീവിച്ച് പോകാനുള്ള ശ്രമം നടത്തണം. അതിനുവേണ്ടി പ്രധാനമായിട്ട് ചെയ്യേണ്ടത് ശനിയാഴ്ച വ്രതാനുഷ്ഠാനത്തോടു കൂടി ഇരിക്കണം. ശാസ്താവിന് നീരാഞ്ജനം കത്തിക്കണം. ശനീശ്വര യന്ത്രം നമുക്ക് സാമ്പത്തിക പുരോഗതിയും ഐശ്വര്യം വരാനായിട്ട് ധനാകർഷണ യന്ത്രവുമായി ചേർത്ത് ത്യാഗരക്ഷ ധരിക്കണം. ഇതൊക്കെ ഒരു വർഷത്തേക്ക് ഈ ബർത്ത്ഡേ വന്നിട്ടുള്ളവർ മാത്രം ഇട്ടാൽ മതി. അവർ ചെയ്തു പോവുകയാണെങ്കിൽ അവർക്ക് ഈ ദോഷം ബാധിക്കാതെ ഇതിൽ നിന്ന് അതിജീവിച്ച് പോകാൻ സാധിക്കും. ഇന്നും ശനിയാഴ്ച നല്ല ദിവസമല്ല എന്ന് ഞാൻ പറഞ്ഞു. ഓരോ കാര്യത്തിന് ഇറങ്ങുമ്പോൾ രാഹുകാല സമയം നോക്കി യാത്ര തിരിക്കുന്നത് നന്നായിരിക്കും. ഇന്ന് രാഹുകാല സമയം വരുന്നത്, നമുക്ക് രാഹുകാല സമയം വരുന്നത് ശ്രദ്ധയോടുകൂടി കൊണ്ടുപോകണം. രാഹുകാല സമയം വരുന്നത് 9 മണി മുതൽ 10:30 മണി വരെ എന്ന് കലണ്ടറിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും രാഹുകാല സമയം 9:13 രാഹുകാലം ആരംഭിക്കുന്നത്. രാഹുകാലം 1.5 മണിക്കൂറുണ്ട്. 9:13 ആരംഭിക്കും. 10:41 വരെ രാഹുകാല സമയമുണ്ട്. 10-11 മിനിറ്റിൻ്റെ വ്യത്യാസമുണ്ട് ഇന്നത്തെ രാഹുകാല സമയത്തിൽ.
അപ്പോൾ രാവുകാല സമയം ശുഭയാത്രയ്ക്ക് നല്ലതല്ല. അതുപോലെ നമുക്ക് ഒന്നിനും കൊള്ളാത്ത 2 സമയങ്ങളാണ് ഗുളികകാല സമയവും യമകണ്ഠകാല സമയവും. അതിൽ ഗുളികൻ്റെ ബന്ധം പറഞ്ഞ സമയമാണ് ശരിക്ക് 6 മണി 19 മിനിറ്റ് തൊട്ട് 7:46 വരെയും. യമകണ്ഠകാല സമയം വരുന്നത് 1 മണി 25 മിനിറ്റ് തൊട്ട് 3 മണി 3 മിനിറ്റ് വരെയും. ഈ സമയം ഒരു ശുഭകാര്യത്തിനും എടുക്കരുത്. അപ്പോൾ ഇന്ന് നമുക്ക് ചില കാര്യങ്ങൾ ചെയ്തേ തീരുള്ളൂ എന്ന അവസ്ഥ വരികയാണെങ്കിൽ അഭിജിത്ത് മുഹൂർത്തം നമുക്ക് എടുക്കാം. അഭിജിത്ത് മുഹൂർത്ത സമയം വരുന്നത് 11 മണി 44 മിനിറ്റ് തൊട്ട് 12:32 വരെ. 48 മിനിറ്റ് ഉള്ളതിൽ ഇടയ്ക്കൊരു 4 മിനിറ്റ് എടുക്കരുത്. അതായത് 12:06 തൊട്ട് 12:10 വരെ. ഈ ഒരു 4 മിനിറ്റ് ഒഴിച്ച് ബാക്കി 44 മിനിറ്റും നമുക്ക് ശുഭകാര്യങ്ങൾക്ക് എടുക്കാം. ഇന്ന് നമ്മൾ ഓരോ കാര്യത്തിന് ഇറങ്ങുമ്പോഴും വസ്ത്രധാരണത്തിന് പ്രാധാന്യം കൊടുക്കണം. അതായത് കറുത്ത വസ്ത്രമോ നീല വസ്ത്രമോ വസ്ത്രധാരണത്തിൽ ഉൾപ്പെടുത്തണം. ഇല്ല നമ്മൾ ധരിക്കുകയാണെങ്കിൽ തന്നെ ഇതുമായി മിക്സായിട്ടുള്ള വസ്ത്രം ധരിക്കുന്നത് ഭാഗ്യദായകമായിരിക്കും. ശനിയുടെ നെഗറ്റീവ് മാറി പോസിറ്റീവ് എനർജി നമ്മളിലേക്ക് ആഗിരണം ചെയ്യാൻ സഹായിക്കും. അപ്പോൾ ഇന്നത്തെ ദിവസം എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.